രാജീവ് പുറത്ത് വരുന്നത്. നമുക്കൊന്ന് മാരാർജി ഭവനിൽ പോവാം. 3 ക്യാപ്റ്റന്മാരിൽ ലീഡ് ചെയ്യുന്നത് ഒരേ ഒരു ക്യാപ്റ്റനാണ് രാജീവ് ചന്ദ്രശേഖരൻ. സെഞ്ചുറി അടിച്ച് UDF അധികാരം കിട്ടി VD സതീശൻ തോൽക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ തല അല്ലേ, ഒരു തല മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ കേരളത്തിലെ ജനങ്ങൾ. അവിടെ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ അവിടെ കൊടികളൊക്കെ സെറ്റ് ആയിരുന്നു. വിജയിച്ചു കഴിഞ്ഞു. അതെ, പായസവും ലഡു ഒക്കെ അവിടെ. മാരാർജി ഭവനിൽ നിന്ന് വീണ ചേരുന്നു. വീണ നോക്കൂ, എന്താണ് ഇപ്പൊ പൊതുവിലുള്ള അവസ്ഥ, എത്ര സീറ്റുകൾ നേടും എന്നൊക്കെ മാരാർജി ഭവനിലെ ഒരു മൂഡ് ഒന്ന് കൃത്യമായിട്ടൊന്ന് അറിയിക്കണം പ്രേക്ഷകരെ പ്ലീസ്. മാരാർജി ഭവനിൽ നമുക്ക് അതിയായ ആഹ്ലാദം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൗണ്ടിംഗ് തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെ ഇവിടെ പ്രവർത്തകരടക്കം എത്തിയിരുന്നു. ജനം ടിവിയുടെ വാർത്ത തത്സമയം കാണുന്ന, ആ കൗണ്ടിങ്ങിന്റെ കാണുന്ന പ്രേക്ഷകരെ തന്നെയാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിരവധി പ്രവർത്തകരാണ് ജനം ടിവിയുടെ തത്സമയ ഈ ഒരു വോട്ട് വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയം നിഷ്പക്ഷമായി നൽകുന്ന ആ ഒരു വാർത്തയുടെ കാഴ്ചകൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ പ്രവർത്തകരുള്ളത്. അല്പസമയങ്ങൾക്ക് മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷനും നേമം മണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹവും ഇവിടെ അകത്തിരുന്ന ഈ കൗണ്ടിംഗ് നില കാണുന്നതോടൊപ്പം തന്നെ പ്രവർത്തകരാണ് ഈ ഒരു ഹാളിലുള്ളത്. അവർ VK സജീവൻ ലീഡ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മണലൂരിൽ എടുത്തു പറയുകയാണ്, ഒന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ UDFന്റെ TN പ്രതാപിന്റെ ലീഡ് വെറും 191 വോട്ടുകൾ. വീണ വരാം കാരണം ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും അത്ഭുതങ്ങളാണല്ലേ. ബംഗാൾ ഒന്ന് പോണ്ടേ ഗൗതമേ, 143 നോക്കൂ, ഒരു ഭാഗത്തെ വലിയ വിസ്മയങ്ങൾ നോക്കൂ, ഇവിടെയും വലിയ വിസ്മയല്ലേ. കുന്നമംഗലത്തൊക്കെ NDA സ്ഥാനാർത്ഥി ലീഡ് ചെയ്യാന്ന് പറയുന്നത് ഗൗതം ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല, അല്ല, UDF 96 സ്ഥലത്ത് ലീഡ് ചെയ്യുമ്പോൾ ഈ VD സതീശൻ പിന്നിലാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് 1200 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. അത് കാലിവാറിലൊക്കെ അവിടെ സംഭവിച്ചതിന്റെ ഒരിക്കലും ഇല്ല. VK സജീവൻ കോഴിക്കോട് കുന്ദമംഗലത്തെ NDA സ്ഥാനാർത്ഥി VK സജീവൻ കോഴിക്കോട് BJPയുടെ നേരത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന VK സജീവൻ ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ്. റെനീഷിനെ പോലെ തന്നെ VK സജീവൻ കോഴിക്കോട് 2 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ BJPയുടെ ഇടം എവിടെയാണ് എന്ന് വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് മുന്നിലാണ്. 108 ലീഡ്. VK പ്രശാന്ത് വളരെ ടൈറ്റ് ഫൈറ്റ് നടന്നൊരു മണ്ഡലമാണ്. വട്ടിയൂർക്കാവിന്റെ ചിത്രം ഇതാ തെളിയുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 108 വോട്ടുകൾക്ക് VK പ്രശാന്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുന്നിലാണ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ 752 വോട്ടുകൾക്ക് മുന്നിലാണ്. ചാത്തന്നൂരിൽ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് LDF. ഇപ്പോൾ അവിടെ ടൈറ്റ് ഫൈറ്റ് ആണോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നടക്കുന്നത് കേട്ടോ. LDF ശക്തി കേന്ദ്രങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം BB ഗോപകുമാറിലൂടെ NDAക്ക് സാധിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ രണ്ടാം റൗണ്ടിലും പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പിണറായി വിജയൻ പിന്നിലാണ്. നോക്കൂ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിന്നിൽ, പ്രതിപക്ഷ നേതാവ് പിന്നിൽ. എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ കൃത്യമായിട്ടുള്ള വിധി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ വളരെ സ്പഷ്ടമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു, ഇടതു മുന്നണി ഭരിക്കേണ്ട ഇനി കേരളം എന്ന് പറഞ്ഞിരിക്കുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ത് സംഭവിച്ചു? അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്താണെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം മൂകാംബികയെ സന്ദർശനം നടത്തി. പക്ഷേ എങ്കിലും മൂകാംബിക ദേവിയും കൈവിട്ടോ? അത്ഭുതം. VS അച്യുതാനന്ദന് സംഭവിച്ചത് ഓർമ്മയുണ്ട്. വളരെ സജീവമാണ് കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയം. മറ്റൊരു കാര്യം നടന്നിട്ടുണ്ടോ? കാരണം 2 മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടി ഞാൻ നേരത്തെ വിചാരിച്ചത് ഇല്ല. ഹരിപ്പാട് കാലുവാരിയാണ്. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഭാരതം ഒട്ടാകെ ഉയരുന്ന ഒരു വികാരം കാണാം.
ബംഗാൾ ഈ അണിലേക്ക് സമ്മതിക്കുന്നില്ല സാറേ. ഞാൻ 2 തവണ പോകാൻ നോക്കിയതാണ്. തമിഴ്നാട്, കേരളം 3 മുഖ്യമന്ത്രിമാരും പിന്നിലാണ്. ബംഗാളിലെ മുഖ്യമന്ത്രി പിന്നിൽ, ഹിമന്ത ബിശ്വ ശർമ്മ മാത്രം ഹിമന്ത ബിശ്വ ശർമ്മ. BJP അല്ല, അദ്ദേഹം ഘടകകക്ഷിയുടെ മുഖ്യമന്ത്രിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ക്ഷമിക്കണ്ടേ ഗൗതമേ? പിണറായി വിജയൻ, താങ്കൾക്ക് എന്ത് സംഭവിച്ചു? പിണറായി വിജയൻ എന്ത് സംഭവിച്ചു? ധർമ്മടത്തെ രണ്ടാം റൗണ്ട് എണ്ണി തീർന്നപ്പോൾ പിണറായി വിജയൻ ഭൂരിപക്ഷം ഉറപ്പിച്ച് BJP മുന്നിൽ 117 TMC, 4 കോൺഗ്രസ്. പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ അല്ലേ? പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ മാത്രമല്ല, നരേന്ദ്രമോദിയും അമിത്ഷായും ആവർത്തിച്ച് പറഞ്ഞതുപോലെ ബംഗാൾ ഇതാ പിടിച്ചെടുത്തിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ നിങ്ങൾ കണ്ടത് റാലികളിൽ മാത്രമായിരുന്നെങ്കിൽ അമിത്ഷാ അവിടെ ചെലവഴിച്ച ദിവസങ്ങൾ, അവിടേക്ക് എത്ര സന്ദർശനം നടത്തി എന്ന് കൂടി നമുക്ക് പോസ്റ്റ് പോൾ അനാലിസിസിൽ ചർച്ച ചെയ്യാം. അവിടെ ചാണക്യതന്ത്രം കൃത്യമായി പ്രയോഗിച്ചു. 2 ഇറക്കുമതി ചെയ്ത വ്യാജ വോട്ട് ബാങ്ക്, അതെ, അനധികൃത വോട്ട് ബാങ്ക് ഏറ്റവും അധികം നിലവിളിച്ചത് ആരെന്നറിയുമോ? SIR വോട്ട് കവർന്നിൽ നിന്ന് ഏറ്റവും അധികം നിലവിളിച്ചത് ഏത് മാധ്യമം എന്നറിയോ? അൽ ജസീറ. നോക്കൂ, കൃത്യമായിട്ടുള്ള മറുപടി. ബംഗാളിൽ ചാണ്ടി ഉമ്മന്റെ ലീഡ് 10,000 കടന്നു കേട്ടോ. നേരത്തെ അല്ലേട്ടോ നോക്കൂ, വൻ പരാജയത്തിലേക്കാ പോകുന്നത്. നാട്ടകം സുരേഷ് ലീഡ് 15,368 വോട്ടിന്റെ ലീഡാണ് UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷിന്. LDFന് തിരിച്ചടി ഉണ്ടാകും. വാസവന് സ്ട്രെങ്ത് ഇല്ല എന്ന് പറഞ്ഞപ്പോഴും കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയർന്ന വിമർശനം നാട്ടകം സുരേഷ് ശക്തനായ സ്ഥാനാർത്ഥി അല്ല എന്നുള്ളതാണ്. റാന്നിയിലെ സ്ഥിതി ഇതാണ്. പടകുളം മധുവിൻ ലീഡ് തുടരുന്നു. നമ്മുടെ അടുത്ത സുഹൃത്താണ് പ്രമോദ്. അതെ, അല്ല, ഇലക്ഷനൊക്കെ CPM പിണറായി വിജയൻ 2,500 പരം വോട്ടുകൾക്ക് പിന്നിലായിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പിണറായി വിജയൻ മണ്ഡലത്ത് കേരളത്തിന്റെ 2,500 പരം വോട്ടുകൾക്ക് പിന്നിലാണ്. എന്ത് സംഭവിക്കുന്നു കേരളത്തിൽ? പിണറായി വേണ്ട, പിണറായിയുടെ ടീമും വേണ്ട, മന്ത്രിസഭയിലുള്ളവരെല്ലാം കേരളത്തിലുണ്ടായിരിക്കുന്നത്. പിണറായി വിരുദ്ധ പിണറായി പിന്നിൽ, G സുധാകരൻ മുന്നിൽ. തരംഗം എന്ന ഈ തെരഞ്ഞെടുപ്പ്, ഈ റിസൾട്ടിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് കഴിഞ്ഞ 10 വർഷം ഭരിച്ചതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതുന്നു. പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ സ്വന്തം തട്ടകത്തിൽ കാലിടറി വീഴുന്നു. അതുപോലെ തന്നെ VD സതീശൻ പറവൂരിൽ പിന്നിൽ പോയിരിക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മുന്നേറുന്നു. കേരളത്തിലെ ജനങ്ങളുടെ വിധി എഴുത്തിന്റെ ഒരു ശൈലി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് മിഥുൻ പിള്ള ചേരുന്നു കണ്ണൂരിൽ നിന്ന്. മിഥുൻ, എന്താണ് ധർമ്മടത്ത് സംഭവിക്കുന്നത്? ഇതാണ് കേരളത്തിന്റെ വികാരം, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ വികാരം. അതും കൂടി ഓർക്കണം. ശ്യാം ഗൗതം നമ്പ്യാർ, CPM-നുള്ളിലെ വികാരം പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ പോലും മുന്നിട്ട് നിൽക്കുന്ന മണ്ണിലാണ്. അമ്പലപ്പുഴയിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. പാർട്ടിയെ വെല്ലുവിളിച്ച്, പാർട്ടിക്കകത്തെ പിണറായിസത്തെ വെല്ലുവിളിച്ച G സുധാകരൻ അമ്പലപ്പുഴയിൽ മുന്നിൽ നിൽക്കുന്നു. SDPIയുടെ പിന്തുണയുള്ള H സലാം പിന്നിലാണ്. മിഥുൻ, കണ്ണൂരിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ 2 റൗണ്ട് പൂർത്തിയായപ്പോൾ പിണറായി വിജയൻ 2,500 പരം വോട്ടുകൾക്ക് പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ്. ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അനിൽ നമ്പ്യാർ, CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പിണറായി വിജയന് അടിതെറ്റുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. 2ാം റൗണ്ട് പൂർത്തിയായ സമയത്ത് 2,523 വോട്ടിനാണ് പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്നത്. ആദ്യഘട്ടം എണ്ണിയ സമയത്ത് 733 വോട്ടിനായിരുന്നു പിണറായി വിജയൻ പിന്നിൽ പോയത്. എന്നാൽ അത് 2ാം ഘട്ടം ആകുമ്പോഴേക്കും ആ വോട്ടിംഗ് നിര അല്ലെങ്കിൽ വോട്ട് കൂടുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന്റെ VP അബ്ദുൾ റഷീദ് ലീഡ് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 2,523 വോട്ടിന്റെ ലീഡ് VP അബ്ദുൾ റഷീദ് സ്വന്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, CPM-ന്റെ ശക്തി കേന്ദ്രമായ ചെമ്പിലോട് പഞ്ചായത്തിലാണ് ഇപ്പോൾ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ പോയത് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. മാത്രമല്ല, കണ്ണൂരിലും അതുപോലെ തന്നെ പയ്യന്നൂർ മേഖലയിലും അടക്കം CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വോട്ടിംഗ് വളരെ കുറവാണ്. CPM-ന്റെ സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ വോട്ട് വളരെ കുറവാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിന്റെ അടുത്തൊന്നും എത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ തവണ ആദ്യ റൗണ്ടിൽ തന്നെ 8,000 വോട്ടൊക്കെ പഞ്ചായത്ത് എണ്ണുമ്പോൾ പിണറായി വിജയൻ പിന്നിൽ പോയി. ഇനി എണ്ണാനുള്ള പഞ്ചായത്തുകൾ, ഇനി എണ്ണാനുള്ള മേഖലകൾ എങ്ങനെയാണ് രാഷ്ട്രീയമായി?
ഇനി എണ്ണാനുള്ള പഞ്ചായത്തുകളും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടങ്ങളിലൊക്കെ ഏത് രീതിയിൽ ഈ വോട്ട് പ്രതിഫലിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ആദ്യം 2 ഘട്ട വോട്ട് പഞ്ചായത്തിലാണ്. കഴിഞ്ഞ തവണ 5000-ലേറെ തമിഴ്നാട്ടിൽ TVK 100. ഇതിനെ തിരിച്ചെത്താമേ. വളരെ പ്രധാനപ്പെട്ട തമിഴ്നാട്ടിൽ TVK തരംഗമാണ്. കടന്നു വരൂ ഐസൻ ജോസ്.